Hey everyone, welcome back to my YouTube channel. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. കുറെ നാളുകൾക്ക് ശേഷം ആണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര ബിസി ആയതുകൊണ്ട് കേട്ടോ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ബേബി ഉള്ളതുകൊണ്ടും പിന്നെ വർക്കിന് പോകുന്നതുകൊണ്ടൊക്കെ ഭയങ്കര ബിസിയാണ്. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ആഹ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. കാരണം ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് പോയാൽ മതി, ബിക്കോസ് നമ്മുടെ സ്കൂളിന്റെ ആനുവൽ ഡേ ആണ്. അപ്പൊ ഞാൻ വെച്ചാൽ രാവിലെ എണീക്കുമ്പോ തുടങ്ങി എന്തൊക്കെയാണ് മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റു. ആസ് യൂഷ്വൽ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു ടൈമിൽ എഴുന്നേറ്റു. ആദ്യം വാവയും കിടന്ന് ഉറങ്ങാണ്. അപ്പൊ ഞാൻ പോയിട്ട് വിചാരിച്ചു ദോശ ഉണ്ടാക്കി വെക്കാം, കൊണ്ടുപോകാനും പിന്നെ കഴിക്കാനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദോശമാവൊക്കെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി, ബാറ്ററൊക്കെ ഞാൻ സെറ്റ് ആക്കി വെക്കും. അപ്പൊ പിറ്റേ ദിവസത്തേക്ക് അത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാലോ. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി ഇനി അത് ടിഫിൻ ബോക്സിലാക്കി വെക്കും. സാധാരണ നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൊണ്ടുപോകാനുള്ളതൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കും. അപ്പൊ പിന്നെ ഏർലി മോർണിംഗ് പോകുന്നതുകൊണ്ട് നമുക്ക് ആ ദിവസം ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കും. അപ്പൊ ഇന്നലെ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രാത്രി കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കടലക്കറി തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ടിഫിൻ ബോക്സ് ഒക്കെ റെഡിയായി. എനിക്കിന്ന് മോർണിംഗ് പോകണ്ടാത്തതുകൊണ്ട് ഞാൻ എന്റെ ടിഫിൻ ബോക്സ് ഒന്നും വെച്ചിട്ടില്ല. ആദ്യം എല്ലാം സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ പോവാണ് ഞാൻ. ആം, ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ കെമിസ്റ്റിന്റെ നല്ല അടിപൊളി ഒരു ഫേസ് വാഷ് ആണ്. എനിക്കൊന്നും പലരും അത് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടിട്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. നല്ലതാണ്, നല്ല മോയ്സ്ചേർഡ് ആയിട്ട് നമുക്ക് തോന്നും. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ എൻ്റെ കുറച്ച് ഒരു ഓയിലി സ്കിൻ ആണ്, പക്ഷെ ചില സമയത്ത് എനിക്ക് ഡ്രൈ സ്കിൻ പോലെ ഫീൽ ചെയ്യും. അതിനുശേഷം ഞാനിങ്ങനെ ബ്രഷ് ഒക്കെ ചെയ്ത് ഒന്ന് ഫ്രഷ് ആവാന്നൊക്കെ വിചാരിച്ചു. ദെൻ അതിനുശേഷം ഞാൻ കഴിക്കാൻ പോവാണ്. ദോശ കഴിക്കാൻ പോവാണ്. ദോശയും കടലക്കറിയും കഴിക്കാൻ പോവാണ്. സ്റ്റിൽ വാവയും ഉറങ്ങാണ്. ആദ്യം റെഡി ആവാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. ദാ അത് റെഡി ആവാൻ പോവാണ്. അപ്പൊ ഇതൊക്കെയാണ് മോർണിംഗ് പരിപാടി. സത്യം പറഞ്ഞാല് വർക്കിംഗ് ഡേയ്സിൽ ഞാൻ ഇതൊന്നും കാണാറില്ല. കാരണം ഞാൻ ഒരു 5:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടേ എത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മള് ജോലിക്ക് പോകുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മിസ് ചെയ്യും. പക്ഷെ ഇതൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. ബൈ ഗോഡ്സ് ഗ്രേസ് നമ്മളിങ്ങനെ ഉം, അതും ഇതും എല്ലാനും കൊണ്ട് ബാലൻസ് ഒക്കെ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ വളരെ റയർ ആയിട്ടേ നമ്മളിങ്ങനെ ചില ദിവസങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനുവൽ ഡേ ആയതുകൊണ്ട് മാത്രമാണ് നമുക്കിന്ന് തേഴ്സ്ഡേ നമുക്ക് മോർണിംഗ് ടൈം നമുക്ക് ഫ്രീ ആയിട്ട്. ഞാൻ വെച്ചാൽ കുറച്ചു നേരമൊക്കെ ഒന്ന് ഉറങ്ങാമെന്ന്. അപ്പൊ എനിക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ ഉറങ്ങി. മോർണിംഗ് എഴുന്നേറ്റ് ഞാൻ ചിലപ്പോൾ ഒന്നുകൂടി ഉറങ്ങും. അപ്പൊ ഇപ്പൊ ആദ്യം ഓഫീസിൽ പോകാൻ പോവാണ്. കറക്റ്റ് സമയത്ത് വാവ എഴുന്നേറ്റു. അപ്പൊ ഞങ്ങളത് ബായൊക്കെ പറഞ്ഞ് വിട്ടു. ഇനി നമ്മുടെ നൈലി ബേബിയുടെ ഡൈപ്പറൊക്കെ മാറ്റണം. ഡൈപ്പറൊക്കെ മാറ്റി അത് കുറച്ച് പണിയാണ്. ഇപ്പൊ അവന് ഇത്തിരി കുറച്ച് കളിയൊക്കെ തുടങ്ങിയോണ്ട് ആള് കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ നേരെ നമ്മുടെ സോഫയിൽ കൊണ്ട് കിടത്തിയിട്ടാണ് ഡൈപ്പർ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ആളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറയും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഡയപ്പറൊക്കെ മാറ്റി സെറ്റാക്കി. ഇനി ഞാൻ വിചാരിച്ചു അവന് കുറച്ചൊരു പാല് കൊടുക്കാമെന്ന്. ഓൾറെഡി നമ്മൾ ഫീഡ് ചെയ്തു. പിന്നെ രാവിലെ ഒരു കുറച്ചൊരു ഫോർമുല മിൽക്കും അതേപോലെ രാത്രിയും നമ്മൾ ഫോർമുല മിൽക്കും കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ അവന് കൊടുക്കുന്നത്. ചിലപ്പോൾ റാഗി ആയിരിക്കും, ചിലപ്പോൾ സൂചി ഗോതമ്പ്, നുറുക്ക് ഗോതമ്പ്, അങ്ങനെയൊക്കെ ആയിരിക്കും അവന്റെ ഫുഡ് നമ്മൾ കൊടുക്കുന്നത്. ലൈക് ചെറിയ 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 ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. കുറച്ച് കൊടുത്തതിന് ശേഷം ഞാൻ വിചാരിച്ചു കുളിപ്പിക്കാമെന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എണ്ണ തേക്കാനുള്ള പരിപാടിയാണ്. ഇപ്പൊ എണ്ണ തേക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവനിപ്പോ 11th മന്ത് ആയി. അപ്പൊ ഇങ്ങനെ ക്രോൾ ചെയ്ത് തുടങ്ങി, പിടിച്ചു നിൽക്കാനൊക്കെ തുടങ്ങി. അപ്പൊ ആൾക്ക് ഇരിക്കാൻ അധികം നേരം ഇരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ കുറച്ചു നേരമൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ ആളിങ്ങനെ ഇതാവും. അപ്പൊ അങ്ങനെ അതിനുശേഷം ഞാനിപ്പോ ദേ പോയിട്ട് കുളിച്ച് റെഡി ആയിട്ട് വന്നു.
ഇനി നമ്മുടെ സാരിക്കുട്ടി സെറ്റായിട്ട് വരാം. അപ്പൊ അങ്ങനെ ഞാൻ റെഡിയായി. അപ്പൊ ഇന്നത്തെ ഡ്രസ് കോഡ് ആനുവൽ ഡേക്കുള്ള നമ്മുടെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. അപ്പൊ ഞാൻ ഗ്രീൻ സാരിയും യെല്ലോ ബ്ലൗസാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ നൈലു ബേബിയും ഓൾറെഡി ഞാൻ കുളിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അവ റെഡ് ആണെന്ന് ഇട്ടിരിക്കുന്നത്. ചിലപ്പോൾ നൈലു ബേബിയും ആനുവൽ ഡേ കാണാൻ വൈകുന്നേരം വരും. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. സോ ഒരു ചെറിയൊരു ചോക്കർ ഇട്ടിട്ടുണ്ട്, ചെറുതല്ല അത്യാവശ്യം വലിയൊരു ചോക്കറാണ്, പ്ലസ് ഒരു ജിമിക്ക് പോലെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചു. ആദ്യം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങളിതാ ഇറങ്ങാണ്. എന്നതാ ആദ്യം ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ. സോ നമ്മളൊരു 1:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങി. എനിക്ക് അടുത്ത റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 2 ആണ്. സോ നമ്മൾ അങ്ങനെ പോയി ഇതാ നമ്മൾ ആനുവൽ ഡേ നടക്കുന്ന സ്ഥലത്തെത്തി, നമ്മുടെ സ്കൂളിലെത്തി. അപ്പോൾ ഇതാ അവിടെ ഓൾറെഡി മേക്കപ്പ് ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നുണ്ടായിരുന്നു. എൻ്റെ ഇൻചാർജ് എന്ന് പറയുന്നത് ഞാൻ വെൽക്കം ഡാൻസിന്റെ ഇൻചാർജ് ആണ്. നമ്മുടെ സാർ ഉണ്ട് അവിടെ, നമ്മുടെ മെയിൻ നമ്മുടെ സാർ അതാണ് കൊറിയോഗ്രാഫർ. അപ്പൊ എനിക്ക് നമ്മുടെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ എല്ലാം സെറ്റ് ആണ്. അപ്പൊ നമ്മള് ബാക്ക് സ്റ്റേജിലാണ്. എല്ലാ കോസ്റ്റ്യൂമും മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രോപ്പർട്ടി ഒക്കെ റെഡിയാണ്. നമ്മള് കളിക്കാൻ കുട്ടികളെ നിർത്താൻ പോവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റേജ്. അടിപൊളി സ്റ്റേജാണ്, കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ 13 കുട്ടികളുണ്ട്. സൂപ്പർ ആയിരുന്നു. ഇതാണ് നമ്മുടെ ബിഗ് സ്റ്റേജ്. ഇവിടെയാണ് ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു മാമിനോടൊക്കെ ഒന്ന് പെർമിഷൻ എടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് വെച്ചു. കാരണം ബേബി ഉള്ളതുകൊണ്ട് നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ലായിരുന്നു, കാരണം അവൻ കരച്ചിലും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾ നേരെ വീട്ടിലെത്തി, ഡ്രസ്സ് മാറി നമ്മൾ പുറത്തേക്ക് പോന്നു. നമ്മളൊരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് നമ്മൾ അപ്പറ്റൈസ്ഡും പിന്നെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു. ആ സമയത്ത് പാവ ഉറങ്ങുമായിരുന്നു. ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആണ്, നമ്മുടെ ചങ്സ് ആണ് ഇവരൊക്കെ. ഷിഹാബുക്ക, പിന്നെ സാദിഖ്, പിന്നെ വൈഫ്, കൊച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവര് ഭയങ്കര അടിപൊളിയാട്ടോ. ഇവർക്ക് ഒരു കമ്പനി ഉണ്ട്, ഇവരുടെ കമ്പനിയാണ് V4 എന്ന് പറയുന്ന കമ്പനി. അതിനെ പറ്റിയിട്ട് ഞാൻ പിന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അത് അവര് CCTV കാര്യങ്ങളൊക്കെയാണ് അവരതിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടുന്ന് നേരെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ സീ ലൈനിലേക്ക് പോയി. ഇനി 2 ഡേയ്സ് ലീവ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കുറച്ച് ലോങ് ആയിട്ട് എവിടെയെങ്കിലും പോയിട്ട് വൈബൊക്കെ ചെയ്യാം, കുറച്ച് ഡാൻസ് ഒക്കെ കളിക്കാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ സീ ലൈനിലേക്ക് വിട്ടു. അവിടെ ചെന്നപ്പോ നിറച്ച് ടെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഉണ്ടായിരുന്ന ടെന്റ്, പിന്നെ നമ്മൾ ടെന്റ് ഒന്നും എടുത്തില്ല, കാരണം അവിടെ ചെന്നപ്പോ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. ഭാഗ്യത്തിന് കുറച്ച് സ്വെറ്ററും പിന്നെ എന്താ പറയാ ക്യാപ്പൊക്കെ എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഡാൻസ് ഒക്കെ ചെയ്തു, പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ചു, അങ്ങനെ വൈബാക്കി. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇങ്ങനെ ആയിരിക്കണമെന്നില്ല എല്ലാ ആഴ്ചയും. അപ്പൊ ഈ ഒരു മൊമെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ഇൻ മൈ കമന്റ് ബോക്സ്. സോ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.